ഹലോ ഫ്രണ്ട്സ്, പുരുളന ചാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെറ്റലിൻ്റെ ചാപ്റ്റർ 2ൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെറ്റലിൻ്റെ ഗെയിം നോക്കിയാൽ പാർട്ട് 4 വീഡിയോ ആണിത്. ചാപ്റ്റർ 2ൻ്റെ വീഡിയോ നോക്കിയാൽ പാർട്ട് 2 വീഡിയോ ആണ്. ഞാൻ കൂടുതലൊന്നും കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് ചെയ്ത് കാണുക. ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 കാണാത്തവർ അത് ഇന്ന് കാണുക. കൺഫ്യൂഷൻ ആക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇൻവെൻട്രി കാണുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട് ഓർഞ്ഞ അടച്ചില്ല അല്ലേ. പിന്നീട് ഒരു ഹോട്ട് സ്റ്റീം ഉണ്ട്, പിന്നീട് ഒരു വെള്ളമുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം എടുക്കല്ല, അത് ആടെ ഒരു കുപ്പി കാണുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു നോ പവർ ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് പവർ കൊടുത്ത് ഇതിൻ്റെ അകത്ത് നിന്ന് ലിവർ പൊന്തിച്ച് ഒന്നും കാവുന്നതായിരിക്കും. ഇതാ ഇവിടെ എന്തോ ഒരു കേജ് ഉണ്ട്, അത് പൊന്തി വരുന്നു. അറിയില്ല, ചിലപ്പോൾ ഈ ലിഫ്റ്റിന് ഇത് ലിവറാമാടെ ഇല്ല, അതങ്ങനെ അത്ര ദൂരെ വെക്കാനാവുന്നില്ല. എന്നാലും ഇതിൻ്റെ അടിയിലൂടെ പോയാൽ പോലെ ഇത് ഈടിയല്ലേ മറ്റേ ചൂടുള്ള ഈ സാധനം. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫാക്കേണ്ടി വരും. ഓക്കെ, വെള്ളം കൊണ്ടുള്ള ഉപയോഗം എനിക്കറിയാം. വെള്ളം നമ്മൾ ഇവിടെ കൊണ്ടുപോയിക്കണം. ഓക്കെ, നമുക്ക് എംറ്റി ഓയിലർ ക്യാൻ ഇട്ടിട്ട് ഓയിൽ ക്യാൻ നമ്മൾ ഇത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഓക്കെ, ഓയിലർ ക്യാൻ വിത്ത് ഓയിൽ, അത് തന്നെ സംഭവം. ഇനി ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. വെള്ളം ഒഴിക്കാൻ മാത്രമേ എനിക്കറിയൂ. ഇത് തുറക്കാനാവുക എടാ ഈ കീ വെച്ച്. ഓക്കെ, തുറന്ന്. ദി ഫ്യൂസ് ഈസ് മിസ്സിങ്. ഓക്കെ, ഒരു ഫ്യൂസ് വേണം, അത് മിസ്സിങ് ആണ്. ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുക? ഇതിൻ്റെ ബേക്കിൽ വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ ചവിട്ടി പോയിരുന്നു കേട്ടാ. പിന്നെ ഇതിൻ്റെ ബേക്കിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഫ്യൂസ് നമുക്ക് കിട്ടണ്ടേ. സ്ഥലം വേറെ എവിടെയോ ഉണ്ട്. ഇതിൽ ഡോർ ഈസ് നെയിലഡ്. ഓക്കെ, നെയിലഡാണത്. നെയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനാവുന്നില്ല. ഇനി ചിലപ്പോൾ ക്രോ ബാറുണ്ടെങ്കിൽ അത് പറ്റുമായിരുന്നോ? ഇതിലിനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് മിസ്. ഓക്കെ, ഇതിലും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി വേണ്ടത് ഇതാ. അയ്യോ അയാൾ സൗണ്ട് കേട്ടു. അടക്കടാ ഓടിച്ചെന്ന് അടക്കടാ. അയ്യോ, ഇത് അയാളെ അടിച്ചതാ. ഇത് അയാളെ അടിച്ചതാ. പോസായി. ഓക്കെ, മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അയാൾ പിടിക്കാണ്ടെന്നാൽ മതിയായിരുന്നു. പ്ലീസ് ഒന്ന് വേഗം വന്നിട്ട് പോ. നമ്മൾ ഈ ലോക്ക് പിക്കൊന്നും കയ്യിൽ പിടിച്ച് കയ്യിൽ കണ്ടിട്ട് പിന്നെ അതിൻ്റെ പേരിൽ അടിച്ചാക്കാൻ കയ്യല്ലാണ് കൊണ്ട്. അതന്നെ. എടാ, നമ്മളിപ്പോൾ ഈടെ മാറ്റം വരുത്തിനെങ്കിൽ അയാൾ വെയിറ്റേഴ്സൊക്കെ എന്നിട്ട് അവിടെ നിൽക്കുക. ഇല്ല, ആരുമില്ല. ഓക്കെ, ഭാഗ്യം. ഇയാളെ പറ്റിക്കാനല്ല ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അയാൾ വരുന്നുണ്ട്. ഓക്കെ, ഡോർ ഓട്ടോമാറ്റിക്കലി അടഞ്ഞ്. അണ്ണൻ്റെ വീട്ടിൽ അണ്ണൻ്റെ സാധനം മാത്രം ഓട്ടോമാറ്റിക്കാണ്. നമ്മളെന്ത് ചെയ്താലും അത് മാനുവൽ എന്ന് പറഞ്ഞാൽ പറയാനാവോ? ഓക്കെ, അറിയില്ല. ഓക്കെ, നമുക്ക് കട്ടിംഗ് പ്ലെയർ ഇട്ടിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയറും വെച്ചിട്ട് ഇത് തുറക്കാനാവുക. ആവുന്നുണ്ട്. നമ്മളെ കട്ടിംഗ് പ്ലെയർ. ഓക്കെ, ഫ്യൂസ് കിട്ടി കേട്ടാ. ഫ്യൂസ് കിട്ടി. ഓക്കെ, ഫ്യൂസ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇത് തുറക്കാനാവുക. കീ കാർഡ് റിക്വയർഡ്. ഓക്കെ, നമുക്ക് കീ കാർഡ് വേണം. ഇവിടുന്നൊരു വയർ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇല്ല, അത് നമ്മുടെ റൂമിലേക്കാണ്. പിന്നെ ഒരു വയർ ഇങ്ങോട്ടേക്ക്, ഒരു വയർ ഉള്ളിലേക്ക്. എല്ലാ വയർ ഉള്ളിൽ നിന്നാണ് വരുന്ന തോന്നല്ലേ. എന്താ ഇടുന്നൊരു വയർ കൊണ്ട് നിൽക്കേ. നമുക്ക് അപ്പുറത്ത് എന്തെല്ലാം അടച്ചിട്ട് പോവാം. ക്ലോസ് ആക്കിയില്ലെങ്കിൽ പണിയാവും. ഇവിടെ പവർ വന്നിട്ടുണ്ട്. ഇല്ല, ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നു. ഇവിടെ പവർ വന്ന് ഇതിപ്പോൾ നമുക്ക് വേണ്ടേ. ഇവിടെ പവർ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് നമുക്ക് ആക്കാനാവണ്ടേ. ഇതാക്കാൻ അവിടെ തന്നെ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയില്ല. ഞാൻ പെട്ടെന്ന് മറന്നുപോയി.
ഇതിപ്പോൾ ഏതെങ്കിലും വേറെ ഫ്യൂസ് ഊരാനാവുന്നില്ല. ഇതിലൊന്നും ഇല്ലല്ലോ. ഇതിലൊന്നും ഉണ്ടോ? ഇത് ഈ വാൾവ് ഡസ്റ്റ് വാൾവ് വെറുതെ അല്ല. ഞാൻ വിചാരിച്ചു ഓയിൽ ഇറക്കാൻ വെച്ച് ഞാനൊന്ന് ഈ പണിയെടുക്കുന്നുണ്ട്. അത് വെറുതെ ഇൻവെൻട്രിയിൽ എടുത്ത് വെച്ച് ഒന്നും പറ്റാണ്ട് അവിടെ തന്നെ കഴിച്ച് പോയാ പോയി. ലിവർ എടുത്തോ, പൊക്കിയെടുത്തോ. ഫസ്റ്റ് യു നീഡ് ടു ലിഫ്റ്റ് ദ എലവേറ്റർ. ആയിക്കോട്ടെ. അല്ലാണ്ട് ഇവിടെ നിർത്തിപ്പിടിച്ച് വെച്ചാൽ പോരാ, മുകളിലേക്ക് തിരിച്ചാൽ പോരെ. ഓക്കെ, നമുക്ക് 24 വോൾട്ട് വരണം. നമ്മൾ കുറേ നേരം കണക്ക് കൂട്ടി ചിന്തിക്കണം. കണ്ടതെല്ലാം പിടിച്ച് ഓണാക്കാം. ആയാ ഇല്ല, ആയിട്ടില്ല. ഈ പോയിൻ്റെല്ലാം കണക്കൂട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടാണ്ട് പോവുക. ആയി. പക്ഷേ നോയ്സ് ഇവിടെ നിന്ന് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ടാൽ പിന്നെ പെടും ഞാൻ. നാടാ അങ്ങനത്തെ സൗണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അണ്ണ പിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അണ്ണ ഞാനൊരു ടോയ്ലറ്റിൽ വന്ന ടോയ്ലറ്റ് റൂമത്തിൽ ഇയാളെന്താ ആടെ ചെന്ന് നോക്കിയേ? ചിലപ്പോൾ മറ്റേ സാധനം ഗോഡ് ഡാമിൻ കംപ്രസറാന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇല്ല. ഓക്കെ, അണ്ണൻ എപ്പം മൈൻഡ് ട്രിക്കിങ് ആണ്. ഒരു അന്തവും കുന്തില്ലാത്തൊരു മൈൻഡാണെന്നത്. ഓക്കെ, ഇത് തുറക്കുന്നു. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. സൊല്യൂഷൻ എംബൽ അതവിടെ വെക്കാൻ പറ്റി. പക്ഷേ അടിയിൽ വെള്ളാന്ന് തോന്നുന്നു. ഇന്ന് ആസിഡൊന്നും ഞാൻ അറിയില്ല കേട്ടാ. അടിയിലേക്ക് പോയാൽ മേ ബി പണിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ലിവർ അങ്ങനെ തന്നെ അവിടെ വെക്കാം. അടിയിലേക്ക് കൊടുക്കണ്ട. അതോ അടിയിലേക്ക് കൊടുത്ത് പിന്നെ മുകളിലേക്ക് വീഴാനായിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ പേരിലെടുത്ത് പണിയാവും. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ എം എൽ എവിടെയോ യൂസ് ചെയ്യേണ്ടിയോ. സൊല്യൂഷൻ ഫോർ ഡെവലപ്പിംഗ് ഇൻവിസിബിൾ ഇങ്ക് എന്ന് വെച്ചാൽ എഴുതി കഴിഞ്ഞാൽ മായിനിങ് പോകുന്ന അങ്ങനത്തെ സംഭവം, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യം കാണിക്കുന്നതാണോ ഇത്? നമുക്ക് കണ്ടുപിടിക്കാനും പിടിച്ച് ഞെക്കാം. എവിടെയെങ്കിലും ഒഴിക്കുമായിരിക്കും. ഇതിൻ്റെ ഉള്ളൊന്നുമില്ലല്ലോ. വെയിറ്റ് നമുക്ക് ഇതിൽ നോക്കാം. ഇല്ല, അതിലില്ല. നമ്മൾ അപ്പുറത്തൊരു പേപ്പർ കണ്ടില്ലേ, അതിൽ നോക്കാം. എന്നാടാ അപ്പുറത്ത് ഇതാ നേരത്തെ അല്ല, ഫസ്റ്റ് പാർട്ടിൽ അത് വേണ്ടതെന്ന് തോന്നുന്നല്ലേ. ഇതിലേക്ക് വയ്ക്കാൻ പറ്റി. 30/16. ഇനിയിപ്പം നോണ്ടേ എടാ, ഇത് ഇനി നമുക്ക് കോഡ് വേണ്ട. അണ്ണൻ്റെ ലോക്കറിൻ്റെ കോഡല്ലേ. അണ്ണൻ്റെ ലോക്കറിൻ്റെ കോഡ് ഇനി നമുക്ക് വേണ്ടു. പിന്നെ നമ്മൾ വേറെ ഒരു കോഡ് കണ്ടില്ല. പിന്നെ ഇവിടുത്തെ താക്കോൽ വന്നോ ഞാൻ അറിയില്ല. താക്കോലില്ല, പൂട്ടല്ലേ. ലോക്കോടുണ്ട് അതർ സൈഡ്. അത് അതർ സൈഡിൽ നിന്ന് ലോക്കാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലോക്ക് പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ തുറക്കാനാവും തോന്നുന്നല്ലേ. അത് നല്ല കാര്യമായിരുന്നു കേട്ടാ. ഇങ്ങനെ നമുക്കപ്പോൾ അതിലൂടെ അങ്ങ് കയറി രക്ഷപ്പെട്ടാൽ മതിയിരുന്നു. അപ്പം ഇത് ചെന്ന് ഇല്ല, ഇതായിപ്പോയി. ഇനി നമ്മൾ മുകളിൽ കൊണ്ടുവരണോ? ഇല്ല, മുകളിൽ കൊണ്ടുവരാനാവില്ല. ഇനി നമുക്ക് എലവേറ്റർ മുകളിലേക്ക് വീഴ്ത്തണം എന്നാണ് പറയുന്നത്. മുകളിലേക്ക് വരാൻ ഇത് വർക്കാവേണ്ടേടോ. ഇത് ഞാൻ അടച്ചില്ല അല്ലേ. ഇത് അടക്കാനാവും, പക്ഷേ ഇത് ഓൾറെഡി തുറന്നിട്ടേനുള്ളേ. അതുകൊണ്ട് നമുക്ക് അടക്കണ്ട. ഇനിയിപ്പോൾ ഞാനെന്നാ വേണ്ടതെന്ന് എനിക്ക് തിരിയാതെ. കോഡ് മാഞ്ഞു. ഇൻവിസിബിളിങ് അല്ലേ. 30/16. ഇല്ല, മാഞ്ഞു പോകുന്നൊന്നുമില്ല. ഇവിടെ വെള്ളം നിന്ന് ഇല്ല, വെള്ളം ഉണ്ടല്ലേ. 30/16. ഇതിന് കോഡൊന്നുമില്ല. 30/16
ഇനി അണ്ണൻ വരുമ്പോൾ നോക്കാൻ നോല. 30-16. ഓക്കെ. വാഷിംഗ് മെഷീന് പിന്നെ കമ്പസർ. അയ്യോ പെട്ട് നോശി ലോക്കല്ലേ. മാറ്റൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഐ നീഡ് ടു ലോക്ക് ഹം വിത്ത് അപ്പ്. ഓക്കെ ഇയാൾ അതിനുള്ളിൽ ലോക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ 30-16 കോഡ്, ലോക്കറിൻ്റെ കോഡാട്ടോ അത്. എനിക്ക് കാര്യം പിടികിട്ടി. ഇയാൾ അങ്ങോട്ടേക്ക് പോകുന്നു, നമ്മൾ അയാളെ ലോക്ക് ചെയ്യുന്നു. ഓക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വേഗടി 30-16. വാടാ അടിയടാ. കീബോർഡ് വേമ്പാ. 30-16 അയാളിപ്പോൾ അടിച്ച് പൊളിക്കൂ. ഓക്കെ കീ കാർഡ് കിട്ടി. അയാളിപ്പോൾ പൊളിക്കൂ. ഓടിക്കോ. അയ്യോ അയാൾ പൊളിച്ച് വിട്ട്. എൻ്റെ മോനെ, ബാഡ് എൻഡിങ്ങാ. യു എസ്കേപ്ഡ് ഫ്രം എ മേനിയാക്ക്. ഓക്കെ ഗൈസ്, ബാഡ് എൻഡിങ് പോലും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബാഡ് എൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ എന്നാൽ ഏതെങ്കിലും ഗുഡ് എൻഡിങ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അതായിരിക്കും നല്ലത്. എന്തായാലും ഇപ്പം വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം ബാഡ് എൻഡിങ് ആണെന്ന് പറയുന്നത്, നമുക്ക് ഗുഡ് എൻഡിങ് ഉണ്ടോയെന്ന് പിന്നീട് നോക്കാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞേക്കുക. നിങ്ങളിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിന് നല്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ.